കരയായിരുന്നു? ഇല്ല. സോറി, ഐ എം വെരി സോറി. ആ രോഗിയെപ്പറ്റി ഓർത്ത് ഞാൻ മറ്റെല്ലാം മറന്നുപോയി. തട്ടിക്കളഞ്ഞല്ലോ. അമ്മാവനോട് പറഞ്ഞു എടുത്തു തരുമായിരുന്നില്ലേ? മോക്ക് ഏത് ഭാവയാ വേണ്ടത്? ഇതാണോ? ആഹാ മോളെ, അമ്മ പറഞ്ഞിട്ടില്ലേ കളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, മോള് പഠിച്ചു മിടുക്കിയാകണമെന്ന്. മോള് മിടുക്കിയാവും. അച്ഛനെക്കാളും വലിയ ഡോക്ടറാണ്. എനിക്ക് സമയമായി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിന്റെ പിറന്നാളായിട്ട് ഞാൻ ഊണ് കഴിക്കാൻ വരാതിരിക്കും. 3 കൂട്ടമാ പ്രഥമൻ, അട, പരിപ്പ്, പഴം. അപ്പൊ ഊണ് കഴിഞ്ഞൊന്ന് ഉറങ്ങാൻ കൂടി തയ്യാറെടുത്തോണം വരാൻ. അച്ഛൻ പോയിട്ട് വരട്ടെ? അച്ഛൻ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കൂ. ഓ, 12:30 അടിക്കുമ്പോ അച്ഛൻ ഇവിടെ എത്തി. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. അങ്ങേ കാണാനൊരു സ്ത്രീ കാത്തിരിക്കുകയാണ്. എവിടെ? റൂമിൽ എത്തിയിട്ടുണ്ട്. എന്താ ട്രബിൾ? അസുഖമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് സുഖമില്ലെന്ന് തോന്നുന്നു. ആരാന്ന് ചോദിച്ചു? അടുത്ത ബന്ധുവാണ്, പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്ത ബന്ധു? അതാരാ? ഒരു ഡോക്ടർ ബാലകൃഷ്ണൻ. പ്രഭേ, ഇവിടെ ഒന്ന് കാണാൻ, ഒന്ന് കാണാൻ. എന്താ കണ്ട പേടിയാവോ? ഇത് ആണുങ്ങൾക്കുള്ള ഹോസ്റ്റലാണ്. പിന്നല്ലാതെ പെണ്ണുങ്ങൾക്കുള്ള ആക്കിൽ ചെന്നാൽ ബാലറ്റിനെ കാണാവും. ആ വേണു ജോസഫ് ആരെങ്കിലും കണ്ടേ? അവരെങ്കിലും എനിക്കൊരു ചായ വാങ്ങിച്ചു തരും. എന്താ ഒന്നും വേണ്ടാത്ത? മിസ്റ്റർ സദാശിവൻ, യു വെയിറ്റ് ഔട്ട്സൈഡ്. ഞാൻ വിളിച്ചോളാം. യെസ് ഡോക്ടർ. പ്രഭ തനിച്ചേ ഉള്ളൂ? ഹസ്ബൻഡ് എവിടെ? പേഴ്സിൽ പണം സമ്പാദിക്കുന്നു. എന്തുണ്ടായി പ്രഭേ? ഈ രൂപത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കത്തെങ്കിലും അയച്ചുകൂടായിരുന്നു? യാത്ര ചോദിക്കാതെ പോയി, അനുവാദം ചോദിക്കാതെ വന്നു. പ്രഭേ, പ്രഭയ്ക്ക് തീരെ സുഖമില്ല. കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഞാൻ എക്സാം ചെയ്യട്ടെ? വേണ്ട ബാലേട്ട, മരിച്ചു കഴിഞ്ഞവളെ എന്തിന് എക്സാം ചെയ്യണം? ഡോക്ടർ സദാശിവൻ. ബാലേട്ട, ഞാൻ ചികിത്സക്കല്ല ഇവിടെ വന്നത്. എന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയാണ്. യെസ് ഡോക്ടർ. ഡോക്ടർ, ഷീ നീഡ്സ് എ thorough medical checkup. Come on, get ready, quick. യെസ് ഡോക്ടർ. പ്രഭേ, 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 പ്രഭേ. ഓഹോ, ലാബിലാണെന്നോ? ആ, എന്നാ വിളിക്കണ്ട. നല്ല ഹാപ്പി ബർത്ത്ഡേ. സാധാരണ താമസിച്ചാൽ ഫോണെങ്കിലും ചെയ്യുന്നതാണ്. ഇന്ന് അതുമില്ല. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. ഞാൻ അച്ഛൻ വന്നിട്ടേ ചോറുണ്ണു.
അങ്ങനെ പറയല്ലേ മോളെ. അച്ഛൻ സമയത്ത് ഊണ് പോലും കഴിക്കാതെ ജോലി ചെയ്യുന്നത് മോക്കും അമ്മയ്ക്കും വേണ്ടിയല്ലേ? ഒരു ഉമ്മതാ. പടി ചവിട്ടി കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് കിതയ്ക്കുന്നു. പിന്നെ ഈ തടി കൊണ്ട് എന്താ പ്രയോജനം? ഓടി ഓടി തളർന്നു പോയി. പിക്നിക്കിനെന്ന് പറഞ്ഞു വന്നിട്ട് കിഴവനെ പോലെ ഒറ്റ കിടപ്പ്. അങ്ങോട്ട് നോക്കിയേ, അവിടുത്തെ ബഹളം കണ്ടോ? ഒന്ന് എണീറ്റ് വാന്ന്. സ്പെഷ്യൽ വാർഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോവാം. എനിക്കെന്തിനാണ് സ്പെഷ്യൽ വാർഡ്? ഇവിടെ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചു, അത് സാധിച്ചു. ഇനി ആർക്കും ഭാരമാകാതെ പ്രഭയുടെ രോഗം പൂർണ്ണമായും സുഖപ്പെടും. ജീവിക്കാൻ മോഹം ഉണ്ടെങ്കിലല്ലേ സുഖപ്പെടണമെന്ന് ആശിക്കൂ. എനിക്ക് ജീവിക്കാൻ മോഹമില്ല. അവശത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പോരെങ്കിൽ ഇന്നത്തെ ടെസ്റ്റുകൾ വിശ്രമമാണ് ഇപ്പോൾ ആവശ്യം. അതെ, വിശ്രമിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മനസ്സിന്റെ വിശ്രമം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ ബാലേട്ട, ഈ മിസ്പ്രഭ എന്ന് വിളിക്കാനേ ഞാൻ എന്താ 35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഹെഡ്മിസ്ട്രസ് ആണ്. എന്താ പ്രഭാന്ന് വിളിച്ചൂടെ? ഓ, ഞാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ എന്ന് വിളിക്കണമെന്നായിരിക്കും. അത് നടക്കില്ല. ഞാൻ ബാലേട്ടാന്നെ വിളിക്കൂ. വിളിച്ചോളൂ. എന്റെ ബാലേട്ടാന്ന് വിളിച്ചോട്ടെ. എന്താ ഞാൻ എന്റെ ബാലേട്ടനെ വിളിച്ചത് ഇഷ്ടമായില്ലേ? എന്താ പ്രഭേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നെനിക്കതിന് അർഹതയില്ലല്ലോ. ഒരു ഡോക്ടർ എല്ലാവർക്കും സ്വന്തമാണ്. ബാലേട്ടന്റെ ഭാര്യ സുന്ദരിയാണോ? വൈരൂപ്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ബാലേട്ടനെ വലിയ സ്നേഹമാണോ? അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഭർത്താവിനെ പോലെ തന്നെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാമല്ലോ. ഒരു കുഞ്ഞേ ഉള്ളൂ അല്ലേ? പ്രഭ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്താ മോളുടെ പേര്? പ്രഭ. പ്രഭയോ? അതെ. എന്താ? അത് മാത്രം ഞാൻ അറിഞ്ഞിരുന്നില്ല. പേര് ഇഷ്ടമായോ? റൂം റെഡി സാർ. വേണ്ട, എനിക്ക് കോമൺ വാർഡിൽ ഒരു ബെഡ് കിട്ടിയാൽ മതി. അത് നിശ്ചയിക്കുന്നത് ഞാനാണ്. ഐ ആം യുവർ ഡോക്ടർ. ഐ എം സോറി സിസ്റ്റർ. ഡോക്ടർ സദാശിവനെ കൂടി വിളിച്ചോളൂ. വേണ്ട ചെയ്യും. പ്രഭേ, എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്നതനുസരിക്കും. ഓ, മണി 4:30. ഇന്നെങ്കിലും ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഊണ് കഴിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്നെന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ വാർഡിൽ വന്ന് കണ്ടോളാം. ടേക്ക് റെസ്റ്റ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ പ്രഭയുടെ അച്ഛനാണ്. കൂടെ ഉണ്ടായിരുന്ന വിവരം പ്രഭ പറഞ്ഞില്ലല്ലോ. അങ്ങേ തനിച്ച് കണ്ട് സംസാരിക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഞാൻ പാപം ചെയ്തവനാണ്, ക്ഷമിക്കണം. എന്റെ മകളുടെ ജീവൻ അങ്ങയുടെ കയ്യിലാണ്. എനിക്ക് മറ്റാരുമില്ല, രക്ഷിക്കണം. എന്നാലാവത് ഞാൻ ശ്രമിച്ചു. അപ്പോ
അമ്പലത്തിലേക്ക് വരുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു? ശാന്തി പോയിട്ട് വരൂ. എനിക്ക് വല്ലാത്ത ക്ഷീണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നെന്തോ പറ്റി. ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നു. കുളിച്ചില്ല, ഒന്നും കഴിച്ചുമില്ല. എന്നോട് എന്തോ പിണക്കമാണ്. നിന്നോടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഓവർ വർക്കാണ്. കുളിച്ച് ഫ്രഷ് ആവും. ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. ദീപാരാധന കഴിഞ്ഞു പോകും. ശരി, പോയിട്ട് വരൂ. ബാലേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യാൻ സമ്മതിച്ചത്. എനിക്കാകെ പേടിയായിരുന്നു, കുട്ടികളെല്ലാം കൂവി വിളിക്കുമെന്ന്. പ്രഭയെന്ന് തകർത്തു. ബഹളമുണ്ടാക്കാൻ കരുതിക്കൂട്ടി വന്നവർ പോലും മയങ്ങിയിരുന്നു. ഞാൻ മറ്റാരെയും കണ്ടില്ല. മുമ്പിലിരുന്ന ബാലേട്ടനെ മാത്രമേ കണ്ടുള്ളൂ. ഡാൻസ് കണ്ട ക്ഷീണത്തിൽ കിടക്കുകയായിരിക്കും. വലിയ യോഗ്യനായി നടന്ന് കാര്യം വഹിച്ചല്ലോ. എന്താ എന്തിനാ? ചരക്ക് ഫസ്റ്റ് ക്ലാസ്. എത്ര പേരാ പുറകെ നടക്കുന്നേ. ആരുടെ കാര്യമാണ് പറയുന്നത്? വഹിച്ചോ? മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അവിടെ കാല് പൊക്കിക്കളി കണ്ടതിന് ശേഷം കമിഴ്ന്ന് കിടന്നാ പോലും ഉറക്കം വരുന്നില്ല. അടിയെ കാത്തിരുന്ന് പിടികൂടിയ സാധനം ഉഗ്രൻ. ചന്ദ്രൻ, മര്യാദയ്ക്ക് സംസാരിക്കണം. ശരി, മര്യാദയ്ക്ക് സംസാരിക്കാം. നീ യോഗ്യൻ, ശുദ്ധൻ. എന്നാ അവൻ ഇങ്ങോട്ട് വിട്ടാല് ഞാനൊരു കൈ നോക്കട്ടെ. നിന്റെ ആളാണെന്ന് വിചാരിച്ച ഞാൻ പൗളിയാത്ത് ഇനി ഞാനേറ്റോളാം. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം. പുറത്തു കിടക്കാൻ. ഈ ഹോസ്റ്റലിൽ നിന്റെ തന്തരവഴിയൊന്നുമല്ല. പിന്നെ നിന്റെ നന്ദനോയാണ്. അല്ല, നിന്റെ തന്തയിലാണെന്ന് വെച്ചോ. അമ്മയ്ക്ക് പറയുക. ഈ പറഞ്ഞ ഞാൻ ശരിയാക്കാം. ആരെങ്കിലും അടുത്ത് വന്ന കൊന്നു കളഞ്ഞ വേണോ? വേണോ? യവനെ വലിച്ചെടുത്ത് യവന്റെ മുറി കൊണ്ടിട്ടേക്കടാ. നിങ്ങൾ തല്ലുകൊണ്ടാണ് കാണുന്നത് അല്ലേ? ഇവനാണ് സാർ വഴക്കിനോ? ശരിയാണ് സർ. വേണ്ട സർ, എന്നെ ഡിസ്മിസ് ചെയ്തേക്കണം. വേണം, നീ വിഷമിക്കാതിരിക്കടാ. ഈ പണി എനിക്ക് പറ്റിയതല്ല. വല്ല പട്ടാളത്തിലും ചേരണമെന്ന് കുറെ നാളായി പ്ലാൻ അടിക്കാറില്ല. താങ്ക് യു സാർ. പലയിടത്തും വെച്ച് കാണാനേ. എല്ലാത്തിനും ഞാനാ കാരണക്കാരി. ഞാൻ കാരണമാണ് വഴക്കും തല്ലും എല്ലാം ഉണ്ടായത്. ബാലേട്ടന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്റെ ജീവിതം നശിച്ചു. എനിക്ക് ആകെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നത് അവൻ മാത്രമായിരുന്നു. സസ്പെൻഡ് ചെയ്തെന്ന് വെച്ച് പഠിത്തം ഉപേക്ഷിച്ചു പോണോ? അവൻ അങ്ങനെയാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. ഞാൻ ഡാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ലേ ബാലേട്ട? അല്ല പ്രഭ, ഇനി ഡാൻസ് ചെയ്യണം. ഇനിയും. പക്ഷേ അത് ബാലേട്ടന്റെ മുമ്പിൽ മാത്രമായിരിക്കും.